ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൈക്കു എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹർ ഏക് ഹൈക്കു കാ മൂൽ ഭാവ് ക്യാ ഹെ? അപ്പോൾ മൂൽ ഭാവ് എന്ന് വെച്ചാൽ മെയിൻ ഐഡിയ, ഓരോ ഹൈക്കുവിൻ്റെയും മെയിൻ ഐഡിയ എന്താണെന്ന് എഴുതുക. അപ്പോൾ ഫസ്റ്റത്തെ ഹൈക്കുവിൽ എന്താണ് പറയുന്നത്? माँ का प्यार अतुलनीय है, किसी भी हालत में माँ अपने बच्चों को नहीं छोड़ती. അതായത് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അളക്കാൻ കഴിയാത്തതാണ്, അതുലനീയാണ്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഏത് സന്ദർഭത്തിലും അമ്മ മക്കളെ വിട്ടുപോയില്ല എന്നാണ് അത് പറയുന്നത്, ആ ഹൈക്കൂല് പറയുന്നത്. രണ്ടാമത്തെ ഹൈക്കൂല്, हमारा मन ही सुख और दुख दोनों देता है, अगर मन में खुशी ना हो तो സുഖ സുവിധായി ആനന്ദ് നഹി ദേ പാത്തി. അപ്പം നമ്മളുടെ മനസ്സ് തന്നെയാണ് സുഖവും ദുഃഖവും രണ്ടും നൽകുന്നത്. മനസ്സിൽ സന്തോഷം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സുഖ സുവിധായും ഫെസിലിറ്റീസ് ഉണ്ടായാലും നമുക്ക് സന്തോഷം അല്ലെങ്കിൽ സുഖം ഉണ്ട് എന്ന് തോന്നില്ല. തേർഡ് വൺ, जीवन के हर एक अवस्था को पहचान कर हमें जीना होगा, പരിവർത്തൻ പ്രകൃതി കാ നിയം ഹെ. അപ്പോൾ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. പരിവർത്തനം എന്ന് പറയുന്നത്, മാറ്റം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമാണ്. നാലാമത്തെ ഹൈക്കൂല്, മനുഷ്യ और പ്രകൃതി के बीच प्रगाढ़ संबंध है व अटूट है. പ്രഗാഡ് എന്ന് വെച്ചാൽ ഡീപ്പായിട്ടുള്ള, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഡീപ്പായിട്ടുള്ള ബന്ധമാണ് ഉള്ളത്. അത് അൺബ്രേക്കബിൾ ആണ്. അട്ടൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തകർക്കാൻ പറ്റാത്തതാണ്. അഞ്ചാമത്തെ ഹൈക്കു, പ്യാർ കബി മുർझा नहीं जाता, പ്രേമി പ്രേമിക കെ മൻ മേ ഹമേശ വ കായം രഹതാ ഹെ. അതായത് സ്നേഹം ഒരിക്കലും മുർജാന എന്ന് വെച്ചാൽ വാടിപ്പോവുക എന്നാണ്. സ്നേഹം ഒരിക്കലും വാടിപ്പോകുന്നില്ല, പ്രേമി പ്രേമികയുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കും. കായം എന്ന് വെച്ചാൽ നിലനിൽക്കുക. സിക്സ്ത് വൺ, जीवन सुख दुख का मिश्रण है और इस जीवन में हमें दोनों का ही एहसास होगा, यही जीवन का सार अथवा सच्चाई है. അതായത് ജീവിതത്തിൽ സുഖവും ദുഃഖവും രണ്ടും ഉണ്ടായിരിക്കും. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു മിക്സ്ചറാണ് ജീവിതം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ രണ്ട് ഫീലിങ്സും അനുഭവിക്കേണ്ടതായിട്ട് വരും. എഹസാസ്, ഫീലിംഗ്, ഇതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രത്യേക ഹൈക്കു की ആസ്വാദൻ ടിപ്പണി തയ്യാർ കരേ. അപ്പോൾ ഓരോ ഹൈക്കുവിൻ്റെയും ആസ്വാദൻ ടിപ്പണി എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 2 ലൈൻസ് എല്ലാ ഹൈക്കുവിൻ്റെ ആസ്വാദന ടിപ്പണിയിലെയും ആദ്യത്തെ 2 ലൈനായിട്ട് നിങ്ങൾ എഴുതണം. എന്താണ് അതിൽ പറയുന്നത്? ഭഗവത് ശരൺ अग्रवाल हिंदी काव्य जगत में हाइकू को एक अलग पहचान दिलाने वाले प्रमुख लेखक है. അതായത് ഭഗവത് ശരൺ അഗ്രവാൾ ഹിന്ദി കാവ്യക്ഷേത്രത്തിൽ ഹൈക്കുവിന് ഒരു വേറിട്ട ഐഡന്റിറ്റി നൽകിയ ഒരു വ്യക്തിയാണ്. ഇന്ദ്രധനുഷ് ഉൻക പ്രമുഖ് ഹൈക്കു സംഗ്രഹ. ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ഹൈക്കു സംഗ്രഹമാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹൈക്കുവിന്റെ ആസ്വാദന ടിപ്പണി നോക്കാം. ഇതിന്റെ മുകളിലായിട്ട് നേരത്തെ പറഞ്ഞ 2 ലൈൻ ആഡ് ചെയ്യണം. ഇനി, आकाश को गुंजाती हुई भीषण आंधी आई, जिसमें बड़े बड़े वृक्ष भी धराशायी हुए. ആകാശത്തെ ഇളക്കി മറിക്കുന്ന തരത്തിലുള്ള ഒരു ഭയാനകമായ കൊടുങ്കാറ്റ് വന്നു. ആന്ധി, കൊടുങ്കാറ്റ്. അതിലെ വലിയ വൃക്ഷങ്ങൾ പോലും ധരാശായി എന്ന് പറഞ്ഞാൽ കടപുഴകി വീഴുക. इसके साथ ही पेड़ में पक्षी का जो नीड था वह भी नीचे गिर पड़ा. അപ്പോൾ ഇതോടൊപ്പം തന്നെ ആ മരത്തിലുണ്ടായിരുന്ന പക്ഷി കൂടും താഴേക്ക് വീണു. മാതാ പക്ഷി ഉസ്മേ ജോ ബച്ചേ ഹെ ഉനെ ഛോഡ്കർ നഹി ജാത്തി. അപ്പോൾ അമ്മ കിളി അതിലുള്ള കിളിക്കുഞ്ഞുങ്ങളെ വിട്ട് പോകുന്നില്ല. വഹ മണ്ഡരാത്തി രഹത്തി ഹെ. അവിടെ തന്നെ ചുറ്റി പറന്നുകൊണ്ടേയിരിക്കുകയാണ്. മാതാ കി മമത അതുലനീ ഹെ വ വിപത്തി മേ ബി ബച്ചോ കോ ഛോഡ്കർ നഹി ജാത്തി. അപ്പോൾ അമ്മയുടെ സ്നേഹം, മമത എന്ന് പറയുന്നത് പകരം വെക്കാനില്ലാത്തതാണ്, അതുല്യമാണ്. എന്ത് പ്രശ്നം വന്നാലും അമ്മ മക്കളെ വിട്ട് പോകുന്നില്ല. അടുത്ത ഹൈക്കുവിന്റെ ആസ്വാദന ടിപ്പണി നോക്കാം.
भादों के महीने में सारी പ്രകൃതി ലഹലഹാത്തി है सबका जीवन सरस होता है. അപ്പോൾ ഭാദ് എന്ന് പറഞ്ഞ മാസത്തിൽ പ്രകൃതി പച്ച പിടിക്കുന്നു, വളരെ തളിർത്ത് നിൽക്കുന്ന സമയമാണ്. എല്ലാവരുടെ ജീവിതത്തിലും സുഖങ്ങൾ വരുന്ന സമയമാണ്. അർത്ഥാത് ആനന്ദ് और खुशी से भर जाता है. അപ്പോൾ ജീവിതത്തിൽ സന്തോഷം വരുന്ന സമയമാണ്. लेकिन विरहिणी की जीवन का आंगन सूखा रहता है. पति के विरह में सुख भरे मौसम में भी उनका मन रूखा सूखा रहता है. എന്നാൽ അതേ മാസത്തിൽ തന്നെ വിരഹിണിയുടെ മുറ്റം ഉണങ്ങി വരണ്ടാണ് ഇരിക്കുന്നത്. ഭർത്താവ് അടുത്തില്ലാത്ത വിഷമത്തിൽ ഇത്രയും നല്ല ക്ലൈമറ്റിലും വിരഹിണിയുടെ മനസ്സിൽ വിഷമമാണുള്ളത്. മൂന്നാമത്തെ ഹൈക്കു. हम माने या न माने बूढ़ापा बिना बुलाए मेहमान की तरह हमारे जीवन के द्वार पर उपस्थित होगा. അതായത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ബുഡാപ്പ വാർദ്ധക്യം വിളിക്കാത്ത അതിഥിയെ പോലെ നമ്മളുടെ വാതിക്കൽ വന്ന് നിൽക്കും. ബച്പൻ ജീവൻ കാ അവിടെ പ്രഭാത് എന്നാണ് കേട്ടോ. ബച്പൻ ജീവൻ കാ പ്രഭാത് ഹെ തോ ബുഡാപ്പ ഉസ്കി സന്ധ്യ ഹെ. അപ്പം കുട്ടിക്കാലം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പ്രഭാതമാണെങ്കിൽ വാർദ്ധക്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ സന്ധ്യാസമയമാണ്. जीवन का यह क्रम निश्चित है, उसमें परिवर्तन नहीं होता. ജീവിതത്തിന്റെ ഈ ക്രമം, ഈ ഓർഡർ ഫിക്സ്ഡ് ആണ്, നിശ്ചയിക്കപ്പെട്ടതാണ്. അതില് മാറ്റം വരുത്താൻ കഴിയില്ല. ഉസേ ടാലാ നഹി ജാ സക്താ ക്യോങ്കി യഹ് പ്രകൃതി നിയം ഹെ. അതിനെ മാറ്റിവെക്കാൻ കഴിയില്ല, കാരണം ഇത് പ്രകൃതിയുടെ നിയമമാണ്. നെക്സ്റ്റ് ഹൈക്കൂന്റെ ആസ്വാദന ടിപ്പണി നോക്കാം. വർഷ ധന്യ ഹെ, വർഷ കിസാനോ കോ ഹർഷ് പ്രദാൻ കർത്തി ഹെ. വർഷ അതായത് മഴ, മഴക്കാലം ധന്യമാണ്. എന്തെന്നാൽ മഴ കർഷകന് സന്തോഷം നൽകുന്നു. वर्षा के समय किसान अपने प्रयत्नों से खेतों में नए जीवन की कविता रचते हैं. കവിത രചന, കവിത എഴുതുക. അപ്പോൾ മഴ സമയത്ത്, മഴക്കാലത്ത് കർഷകർ തങ്ങളുടെ പ്രയത്നം കൊണ്ട് വയലുകളിൽ ജീവന്റെ കവിത രചിക്കുന്നു. അർത്ഥാത് വർഷ ജീവൻ ദായിനി ഹെ. അതായത് മഴ ജീവൻ ദായിനിയാണ്, ജീവൻ നൽകുന്ന ഒന്നാണ്. प्रकृति और मनुष्य का संबंध ही हाइकू कविता में प्रकट है. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ഈ ഹായ്ക്കൂയില് കാണിക്കുന്നത്. അടുത്ത ഹായ്ക്കു നോക്കാം. संयोग के क्षणों में जो वस्तुएं प्रेमी और प्रेमिका को सुख देती है, वही वस्तुएं वियोग में बीते सुखद क्षणों की याद दिलाती है. അതായത് കൂടിച്ചേരലിന്റെ സമയത്ത്, കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തെല്ലാം വസ്തുക്കളാണോ പ്രേമി പ്രേമികയ്ക്ക് സുഖം, സന്തോഷം നൽകിയിരുന്നത്, പിരിഞ്ഞതിനു ശേഷം കഴിഞ്ഞുപോയ ആ നല്ല നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പ്രേം കഭി മുർജാ നഹി ജാത്ത. പ്രേമി और प्रेमिका की दिलों में സ്മൃതിയാ സദാ ഹരി രഹതി ഹെ. അതായത് സ്നേഹം ഒരിക്കലും വാടിപ്പോകുന്നില്ല. പ്രേമി പ്രേമികയുടെ മനസ്സിൽ എപ്പോഴും അത് ഫ്രഷായി തന്നെ നിലനിൽക്കുന്നു. ഇനി ലാസ്റ്റ് ഹൈക്കൂന്റെ ആസ്വാദന ടിപ്പണി നോക്കാം. जिसने दर्द का अनुभव नहीं किया है वह आंसू का मूल्य नहीं जानता. അതായത് ദുഃഖം, വേദന എന്തെന്ന് അനുഭവിക്കാത്ത ഒരാൾക്ക് കണ്ണീരിന്റെ വില മനസ്സിലാവില്ല, വില അറിയില്ല. वेदना मन को पवित्र बनाती है. जो इसे पहचानते नहीं उसके लिए आंसुओं का कोई महत्व नहीं है. അതായത് വേദന മനസ്സിനെ പവിത്രമാക്കുന്നു. ഇത് തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് കണ്ണീരിന്റെ മഹത്വം മനസ്സിലാവില്ല. जब दुख दर्द ही ना हो तब तक हम खुशियों को पहचान नहीं पाते. വിഷമവും വേദനയും ഒന്നും ഇല്ലാതിരിക്കുന്നിടത്തോളം സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ജിൻ ലോഗോ കെ ജീവൻ മേ ദുഃഖ് ഹി നഹി ഹെ, ദുഃഖി എന്നല്ല, ദുഃഖ് ഹി നഹി ഹെ, വ ആസുओं को ओस സമാൻ മാനത്തെ ഹെ. അതായത് ജീവിതത്തിൽ ദുഃഖം തന്നെ ഇല്ലാത്ത വ്യക്തി കണ്ണീരിനെ മഞ്ഞു കണങ്ങളായാണ് കരുതുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ചാനലിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറും എക്സ്പ്ലനേഷൻ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.